പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ നിരവധി ആളുകൾ ഈ FHT കാണാൻ വന്നിട്ടുണ്ട്. സന്തോഷം. അന്നത്തെ കാലത്ത് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ FHT കാണാൻ നിരവധി ആളുകൾ FHT വരും. ഉദ്യോഗമുണ്ടല്ലേ, കൊച്ചിനില്ല. അവർക്കതൊരു അത്ഭുതകരമായ കാഴ്ച അന്നത്തെ കാലത്ത്. പുതിയ തലമുറയ്ക്ക് ഈ FHT പറ്റി ഒന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയില്ല. ഇതെന്നാ തുടങ്ങിയ ഏതാണെന്നൊന്നും അറിയാൻ പാടില്ല. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതും അവിടുത്തെ അത്ര സുന്ദരമായ ജീവിതമാണ്. അതിന് അമ്പലമേട് ഹൗസിൽ വെച്ച് അന്ന് വലിയ സ്വീകരണം നൽകി. അതിന് ജോൺ പുന്നു സാറ് അന്ന് ഒരു 5000 രൂപ അന്നത്തെ കാലത്ത് ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. ഏതാണ്ട് ഇപ്പോഴത്തെ ലുലു മാളെന്നൊന്നും പറയാനില്ലെങ്കിലും അന്നത്തെ ലുലു മാളെന്ന് പറയാം. അത്രയും സൗകര്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ത് സാധനം അവിടെ കിട്ടും. അമോണിയ കൺവെർട്ടറിൻ്റെ മുകളിൽ നിന്ന് മലബാറുകാരനൊരു തൊഴിലാളി ക്രാസി റേജൻ ഇയാൾ താഴെ വീണു. അപ്പോൾ അന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, വിമാനമുണ്ട്. വിമാനത്തിൽ നേരെ മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് സായിപ്പ് കൊണ്ടുപോയി. അവന് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഒരു ശമ്പളം കിട്ടി ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് കമ്പനിപ്പടി മുഴുവൻ. ഫാക്ടറി മെമ്മറീസ് എന്ന് പറയുന്ന മെമ്മറ ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ കാര്യം. ഈ നമ്പർ ഉണ്ട്. അപ്പോൾ അത് ഫാക്ടറി മെമ്മറീസ് എന്ന് അധികം പറയുന്നത് അമ്പലമേടിനെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അമ്പലമേട് കോട്ടേഴ്സിൽ താമസിച്ച ആ ടീച്ചറും അതുപോലെ തന്നെ കുറേ നല്ല മനുഷ്യരൊക്കെ അവരാണ് അവരുടെ മെമ്മറീസ്. അവർ നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് FHT ഉണ്ട്. FHT സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പിന്നെ 1900 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45 44 തുടങ്ങിയ കമ്പനിയാണെന്ന് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1945 44 എൻ്റെ അറിവ് ശരിയാണ് കൃത്യമായിട്ട്. കാരണം വെച്ചാൽ എൻ്റെ ഫാദർ അന്ന് അവിടെ ജോലി FHTയുടെ കൺസ്ട്രക്ഷൻ കാലത്ത് FHTയിൽ ഫിറ്ററായിട്ട് ജോയിൻ ചെയ്താണ്. അപ്പോൾ അന്ന് ഇവിടുന്ന് പോകുന്നെങ്കിൽ വലിയ ദുർഘടമാണ്. അന്ന് തിരുവിതാംകൂറും കൊച്ചിയും 2 സംസ്ഥാനം, കേരളം ഉണ്ടായിട്ടില്ല, തിരുക്കൊച്ചി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് 2 ബസ്സുള്ളൂ അന്ന്. അതെല്ലാം ആദ്യമായി പറയാൻ കുഴപ്പമില്ലല്ലോ. 2 ബസ്സുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രീമാൻ ബസ്സും പങ്കജം ബസ്സും 2 സ്വാമിമാരുടെ ബസ്സാണ്. അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മാമല കൊച്ചി ചെല്ലും. മാമല കൊച്ചിയാണ്. അവിടുന്ന് നേരെ തൃപ്പൂണിത്തുറ വരെ നടക്കും. തൃപ്പൂണിത്തുറ നടന്നിട്ട് എറണാകുളത്തേക്ക് ബസ് കയറും. അത് കഴിഞ്ഞ് ബോട്ടിച്ചട്ടിയിൽ വന്ന് ഇറങ്ങും. എറണാകുളം ബോട്ടിച്ചട്ടി കഴിഞ്ഞ് വരാപ്പുഴ ബോട്ടിൽ കയറിയിട്ട് ഇവിടെ വരാപ്പുഴ ഇവിടെ ഇറങ്ങും. വരാപ്പുഴ ബോട്ടിൽ കയറിയിട്ട് നേരെ ഉദ്യോഗമണ്ഡലം ഒരു വർക്ക്ഷോപ്പിലേക്ക് കമ്പനിയിലേക്ക് പോകണം. 1 മൈലോളം നടക്കണം. അങ്ങനെയാണ് അന്നത്തെ യാത്ര. അതിനുശേഷമാണ് പിന്നെ ഈ തിരുക്കൊച്ചി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് FHT ദീർഘകാലം മാനേജ് ഏജൻസിയുടെ രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ശേഷായി പ്രദേശത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഉദ്യോഗമണ്ഡലം ആരംഭിച്ചത് ഞാൻ പറഞ്ഞല്ലോ 45 40 അപ്പോൾ അന്ന് അവിടെ ക്വാർട്ടേഴ്സും സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യമുണ്ട്. അമേരിക്കൻ സാഹിബന്മാരാണത് കമ്പനി അന്നത്തെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ നല്ല സാങ്കേതിക വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് CGPയുടെ കാലത്ത് ഒരു എടുത്തു പറയേണ്ട കാര്യം പത്മശ്രീ പോൾപോത്തൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ആലുവ കൊട്ടാരവും മാർത്താണ്ഡപുരം പണിയിപ്പിച്ച് അന്ന് സിവിൽ എഞ്ചിനീയറാണ്. അദ്ദേഹം സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ, കെമിക്കൽ ഇതെല്ലാം എടുത്ത് പത്മശ്രീ ഇതൊക്കെ എടുത്തിട്ട് ഇക്കോയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പിൽക്കാലത്ത് മാറി. ഇതുകൊണ്ടല്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഫാദറിൻ്റെ പിതാവിൻ്റെ കൂടെ ഞാൻ FHTയിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ക്വാർട്ടേഴ്സ് കിട്ടിയില്ല. കൺസ്ട്രക്ഷൻ കാലത്ത് ക്വാർട്ടേഴ്സ് ഇല്ല. അതിനുശേഷമാണ് ക്വാർട്ടേഴ്സൊക്കെ വന്നത്. ബാച്ചിലർ ക്വാർട്ടേഴ്സ്, ഫാമിലി ക്വാർട്ടേഴ്സ് അല്ല. FHTയുടെ കൺസ്ട്രക്ഷൻ കാലത്ത് FHTയിൽ ചേർന്ന് അതിനുശേഷം അവിടെ സ്ഥിരമായി ഏതാണ്ട് 30-35 കൊല്ലത്തോളം FHTയിൽ ചെയ്യുന്നു. അവസാനം 75 അവിടുന്ന് പിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫാദർ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കവിടെ നേരത്തെ ചെറുപ്പം മുതലേ അവിടെ പോയി കണ്ട് പരിചയമുണ്ട്. FHTയുടെ കമ്പനികളിലൊക്കെ പോകാനും അവിടെ ക്വാർട്ടേഴ്സ് താമസിക്കാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 57 ഞാൻ ട്രെയിനായിട്ട് കയറി എനിക്ക് അവിടെ മെഷീനിസ്റ്റായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ 57 മെഷീനിസ്റ്റായിട്ട് നല്ല സെക്കൻഡ് ഗ്രേഡ് മെഷീനായിട്ട് ഫസ്റ്റ് ഗ്രേഡായി. അതുപോലെ തന്നെ നല്ല സാമാന്യം ഞാൻ പഠിക്കാനൊരിത്തിരി പുറകോട്ടാണെങ്കിലും ഈ വക കാര്യങ്ങൾക്ക് നല്ല മെഡിക്കലായിട്ട് ജോലി എല്ലാവർക്കും നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശേഷായി ബ്രദേഴ്സിൻ്റെ മാനേജ് ഏജൻസി നിർത്തി. കേരള ഗവൺമെൻറ്, അന്നത്തെ കേരള ഗവൺമെൻറ് അത് കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു. ആ ഗവൺമെൻറ് എടുത്ത് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ജോൺ മത്തായിനെ ആണ് മാനേജിംഗ് ഡയറക്ടറായിട്ട് അന്നത്തെ കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. അത് കുറച്ച് കാലം നിന്നപ്പോഴത്തേക്കും പെട്രോളിയം കെമിക്കൽസ് ഏറ്റെടുത്തു കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ. അദ്ദേഹം അങ്ങനെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MK നായർ സാറ് FHTയിൽ വരാൻ കാരണമായത്. അദ്ദേഹം സിന്തറ്റിക് ഫെർട്ടിലൈസറും ഒക്കെ ബീരാശീൽ ഫാക്ടറിയൊക്കെ നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് FHTയുടെ
ഇന്നത്തെ കാണുന്ന പ്രതാപത്തിലേക്ക് വരാൻ കാരണമായത്. അതിനു മുമ്പ് നല്ല പ്രതാപം ഉണ്ടായിരുന്നു. രാസവള നിർമ്മാണത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി, ഫസ്റ്റ് ഇൻ ദി ഫീൽഡാണ് FACT. ഇവിടെയാണ് ആദ്യം FACT വളം തുടങ്ങിയത്. അതിനുശേഷമാണ് ഇഫ്കോ തുടങ്ങിയത്. മദ്രാസ് ഫെർട്ടിലൈസർ, സിന്തറ്റിക് ഫെർട്ടിലൈസറൊക്കെ അതിന് ശേഷം തുടങ്ങണം. ഇവിടുത്തെ വിദഗ്ധന്മാർ, നല്ല മിടുക്കന്മാരെ സാങ്കേതിക വിദഗ്ധന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി കെമിക്കൽ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പോൾ പോത്തൻ സാറ്, അതുപോലെ തന്നെ കൃഷ്ണമൂർത്തി, അങ്ങനെ കുറേ അധികം ആളുകളുണ്ട്. കൃഷ്ണമൂർത്തി സാറിന് കെമിബോ ആസിഡ് പ്ലാന്റിൻ്റെ ഫോർമാനായിരുന്നു അന്നത്തെ കാലം. അദ്ദേഹം കെമിബോ ആസിഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ പ്ലാന്റാണ്. അതിന് നമ്മുടെ പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ അങ്ങനെ നിരവധി രാജ്യങ്ങളിലെ കമ്മീഷൻ മാനേജറാണ് അദ്ദേഹം. ആസിഡ് പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് കൊടുക്കാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിക്കൊണ്ടിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ സാങ്കേതിക വിദഗ്ധന്മാരാണ്. അത് FACT നല്ല ഇൻ്റർ കോണ്ടിനൽ കോർപ്പറേഷൻകാരാണല്ലോ സ്ഥാപിച്ചതെന്ന് പറഞ്ഞല്ലോ. അന്ന് അമേരിക്കൻ വിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡോർമെറ്ററി ഉണ്ട്. അത് ഡോർമെറ്ററിയുടെ പടിഞ്ഞാറ് വശം. പിന്നെ ഇങ്ങോട്ട് നല്ല ക്യാൻറ്റീൻ, നല്ല മണിയേരുടെ ക്യാൻറ്റീൻ, അതുപോലെ ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീടുകളുണ്ട്. പിന്നെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ D ടൈപ്പ്, B ടൈപ്പ്, A ടൈപ്പ്, S ടൈപ്പ്, അങ്ങനെ നിരവധി ജോലിയുടെ ഇതനുസരിച്ചുള്ള ഇതിലുണ്ട്. ആ കാലത്ത് മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒത്തിരി അവിടെ എല്ലാ കായിക നമ്മുടെ ഫുട്ബോൾ, വോളിബോൾ ലോക ചാമ്പ്യനാണ് GD ജോസഫ്. പപ്പൻ എന്ന് പറയുന്ന ആൾ അവിടെയാണ്. അത് നമുക്കൊക്കെ നേരം വന്നതിന് ശേഷം പപ്പനെ കൊണ്ടുവന്ന്. അതുപോലെ തന്നെ നമ്മുടെ ലളിത കലാകേന്ദ്രം സിനിമാ നടൻ സത്യനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, പോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ അവിടെ തന്നെ. അതുപോലെ ആശുപത്രി, അതുപോലെ അവിടെ തിയേറ്ററുണ്ട്, ഉദ്യോഗമുണ്ട് തിയേറ്റർ. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് മാനസിക സന്തോഷത്തിന് സിനിമയിലേക്ക് പോകാം, ഫുട്ബോൾ കളിക്കാൻ പോകാം, ടേബിൾ ടെന്നീസ് കളിക്കാൻ പോകാം. ഇന്ത്യ നമ്പർ 2 ടേബിൾ ടെന്നീസുകാരൻ. അതുപോലെ നല്ല പിന്നെ സൈമൺ സുന്ദർരാജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ കോച്ച്. ഇങ്ങനെ കേവലം വളമുണ്ടാക്കുന്നൊരു ഫാക്ടറി മാത്രമല്ല, ബാക്കി സാമൂഹിക രംഗത്തെല്ലാം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ഒരു കുടുംബം പോലെ ജീവിക്കാനുള്ള ഇതായിരുന്നു സന്തോഷമാണ്. എല്ലാവർക്കും നല്ല സുഭിക്ഷമായിട്ട് ജീവിതം ആയിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഇലക്ട്രിസിറ്റി വീടിന് കറണ്ടില്ല, ഫ്രീയാണ് കറണ്ട്, വെള്ളവും ഫ്രീ കറണ്ട്. അപ്പോൾ മിക്കവാറും പറയാനുള്ള ഹീറ്റർ വെച്ചിട്ടാണ് എല്ലാവരും പാചകം ചെയ്യണത്, വിറകൊന്നുമില്ല ക്വാർട്ടേഴ്സിൽ. അത്ര ഇതാണ്, വെള്ളത്തിന് ക്ഷാമമില്ല. പിന്നെ പറയുന്നത് വെച്ചാൽ അന്ന് ഈ സ്റ്റാഫിൻ്റെ ഒരു നല്ല ശതമാനം ക്വാർട്ടേഴ്സ് ആണെങ്കിലും പുറത്തുനിന്ന് ജോലി വരുന്ന ആളുണ്ട്. എറണാകുളം, ആലുവ, അവിടെ FACTയുടെ ബസ്സുണ്ട്. അപ്പോൾ FACT ബസ്സിൽ അവിടെ കൃത്യമായിട്ട് FACT നേരിട്ട് വന്നതിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. എനിക്ക് പ്രായമായല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം FACT ഉദ്യമമണ്ഡലിൽ ഒരു മഞ്ഞമ്മൽ പോയപ്പോൾ FACT കൊച്ചിൻ്റെ ഉദ്യമമണ്ഡൽ കാണാൻ എനിക്ക് സൗകര്യം കിട്ടി. ഒരു ഡിക്രൂസ് എന്ന് പറഞ്ഞ മാനുവൽ ഡിക്രൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ മോൻ അവിടെ വെച്ച് അവൻ മെക്കാനിക്കൽ ടെക്നീഷ്യനായിരുന്നു. പ്രത്യേക അനുവാദം മേടിച്ച് കമ്പനിക്കകത്ത് പോയി കണ്ടു. അത് എൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. FACTയുടെ അവിടുത്തെ വർക്ക്ഷോപ്പ് മാനേജർ വണ്ടി വിട്ട് അവിടെ പോയി എല്ലാം എടുത്ത് കണ്ടു. വളരെ സന്തോഷപരമായിട്ട് പിരിഞ്ഞു. അപ്പോൾ അതാണ് അന്നത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഒരു കൂട്ടായ്മയും സൗകര്യങ്ങളും ഉള്ള സ്ഥലമായിരുന്നത്. MK നായർ അദ്ദേഹം വന്നതിന് ശേഷമാണ് പിന്നെ കലാരംഗത്തേക്ക് കഥകളി, അതുപോലെ തന്നെ സ്പോർട്സ്, അങ്ങനെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ. അതിനുമുമ്പും ഫുട്ബോൾ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മറക്കാമത്തെ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് സംബന്ധിച്ചാൽ അവിടുത്തെ അമോണിയ കൺവെർട്ടറിൻ്റെ മുകളിൽ നിന്ന് മലബാറുകാരനൊരു തൊഴിലാളി ക്രാസി റേജൻ താഴെ വീണു. അപ്പോൾ അന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, വിമാനമുണ്ട്. വിമാനത്തിൽ നേരെ മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് സായിപ്പ് കുട്ടിക്ക് അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ പിന്നെ അദ്ദേഹം കമ്പനിയിൽ വന്ന് ജോലി കൊടുത്ത ഒരു സംഭവം പിന്നെ വലിയ ഇതൊന്നുമില്ല. അങ്ങനെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിതാവ് അവിടെ ഒരു സാമാന്യം സാധാരണ ഒരു ഇതാണെങ്കിൽ എല്ലാവരും പരിചയപ്പെട്ട ഒരാളാണ്. കാരണം വെച്ചാൽ ഈ ജിംനേഷ്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്ത് അതിൻ്റെ ഇഷ്ടംപള്ളി ആശാണെന്ന് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ഫാദറാണ്, മിസ്റ്റർ ഫാക്ടറായിരുന്നു, മിസ്റ്റർ എറണാകുളമായിരുന്നു. അപ്പോൾ എല്ലാവരും ബോഡി ബിൽഡിങ്ങിന് വേണ്ടി സാറന്മാരൊക്കെ വരും, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഉദ്യോഗമണ്ഡലിൽ കൊച്ചിൻ ഡിവിഷൻ, ഫെഡോ, ഫ്യൂ, അതുപോലെ മാർക്കറ്റിംഗ് 4-5 ഡിവിഷൻ FACT. കൊച്ചിൻ ഡിവിഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ പറയുമ്പോൾ അമ്പലമണ്ണിനെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും വിപുലമായ ഒരു ശൃംഖലയാണ്, ഇന്ത്യ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു രാസവള ശാലയാണ് FACT. അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി നമ്മൾ വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേറെ വിഷയമാണ്. അത്ര ആനന്ദകരമായിട്ടൊരു സന്തോഷമാണ്. ഒരു ശമ്പളം കിട്ടി ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് കമ്പനിപ്പടി മുഴുവൻ. ലോകത്തുള്ള സർവ്വ ഇങ്ങനെ നമ്മുടെ പള്ളിയിലും അമ്പലത്തിലൊക്കെ ഉത്സവത്തിനും ഇല്ലേ, അതേമാതിരി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും, വാങ്ങിച്ചുകൊണ്ട്
ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ ജീവിതത്തിൻ്റെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എല്ലാ കൂട്ടം സാധനങ്ങളും നമുക്ക് ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ പലരും കൂടി തരും. പിന്നെ ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോപ്പറേറ്റ്സ് ഏതാണ്ട് ഇപ്പോഴത്തെ ലുലു മാളെന്നൊന്നും പറയാനില്ലെങ്കിലും അന്നത്തെ ലുലു മാളെന്ന് പറയാം. അത്രയും സൗകര്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ത് സാധനം അവിടെ കിട്ടും. പൈസ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അടിക്കുന്നത്. എല്ലാവരും ലാവിഷായിട്ടാണ് ജീവിക്കുന്നത്. ഭാവിയെ പറ്റിയുള്ള അതല്ല, അത്രയ്ക്ക് ഇതാണ് ഇതിന് സന്തോഷമായിട്ടാണ് ജീവിച്ചത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം അവിടുത്തെ സ്കൂള് ഏറ്റവും നല്ല ഇതാണ്. എൻ്റെ മകൾ അവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ കൊച്ചിൻ്റെ ഇനി അടുത്തത് പറയട്ടെ, കൊച്ചിൻ്റെ മാറിയപ്പോഴാണ് അമ്പലമേട് സ്കൂളിലേക്ക് പഠിച്ചത്. ഉദ്യോഗമുണ്ടല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര പരസ്പരം പലതരം സമുദായക്കാരും പല ജാതിക്കാരും എല്ലാം ഉണ്ടെങ്കിൽ വളരെ ഒരൊറ്റ മറ്റൊരു കൂട്ടായ്മയോട് കൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത്ര സന്തോഷമായിട്ട് ചെയ്യുന്നത്, വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിടയ്ക്ക് വണ്ടി പിടിച്ച് മദ്രാസും ഇതിലൊക്കെ കാണാൻ, അന്നത്തെ കാലത്ത് വണ്ടി പിടിച്ച് കാണാനൊക്കെ പോകാറ് ഹെലികോപ്റ്റർ സീറ്റിൽ. അതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. അംബാസഡർ കാർ പിടിച്ച് മൈസൂർ വനത്തിക്കൂടെ കൂടിയാണ് ഹെലികോപ്റ്റർ ഒരു ഞങ്ങൾ എല്ലാ ഫാമിലിയൊക്കെ കൂടി അങ്ങനെ പോയി വന്ന അനുഭവമുണ്ട്. പിന്നെ ടൂറ് പോവും. ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളൊരു 6-7 പേര് കൂടി നമുക്ക് മൈസൂർ അതുപോലെ ബാംഗ്ലൂരൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞു കോട്ടയത്തിലുള്ള ആളുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി പിടിച്ച് അംബാസഡർ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ മാനന്തവാടി കൂടി അങ്ങനെ പോയി മൈസൂർ വനത്തിക്കൂടെ പോയി. പിന്നെ മൈസൂർ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം കണ്ടു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂർ ചെന്നൈയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ കാലത്ത് പിന്നെ ഭയങ്കര ഒരു കാഴ്ചയാണ്. ഒരു ഭയങ്കര ഏതാണ്ട് ചന്ദ്രനിൽ പോയ അനുഭവമാണ് തിരിച്ചു വരുമ്പോൾ ആളുകളൊക്കെ അത്ര ഒരു സന്തോഷമാണ്. അത് ആ കൂട്ടായ്മയുടെ ബലമായിട്ടാണ്. അതുപോലെ ഞങ്ങൾ അന്ന് കോവളത്ത് പോകും, ടൂറായിട്ട് പോകും എല്ലാവരും പോകും. അതെല്ലാം ക്വാർട്ടേഴ്സിലുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ 2 ഫാമിലിയാണ് ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇടി ടൈപ്പ്, ഇവിടെ ഒരു ഫാമിലി അവിടെ ഒരു ഫാമിലി. അപ്പോൾ വേറെ സമയം. പിന്നെ അത് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ തിയേറ്റർ അവിടെ തൊട്ടടുത്ത ഉദ്യോഗമണ്ഡലം തിയേറ്റർ, അവിടെ പോയി സിനിമ കാണും. പിന്നെ കഥകളിയുണ്ട്. പിന്നെ ഉദ്യോഗമണ്ഡലം ലളിതകലാ കേന്ദ്രം KPSCയുടെ അതുപോലെ നല്ല പ്രധാനപ്പെട്ട നാടകകൃത്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, അതൊക്കെ ശമ്പളത്തിൽ നിന്നാണ് പിടിക്കുന്നത്. അതൊക്കെ നമുക്ക് അതുപോലെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അതൊന്നും ആരും പാഴാക്കില്ല. അത്ര മാനസിക ഉല്ലാസമുള്ള സമയമായിരുന്നു. അതിൻ്റെ അതാണ് ആ ഒരു ഉദ്യോഗമണ്ഡലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം. അത്ര സൗകര്യമായിരുന്നു. കോട്ടയം എന്ന് പറഞ്ഞാൽ നല്ല രാജകീയമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ്, അമ്പലമൂടിന് മാത്രമല്ല, നല്ല അതുപോലെ തന്നെ മണിയയ്യരുടെ ക്യാൻറ്റീൻ, അതുപോലെ പണിക്കേഴ്സ് ക്യാൻറ്റീൻ, NBC അങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിന്. ഇപ്പോൾ നമ്മൾ ഉദ്യോഗമണ്ഡലം ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഈ അമ്പലമൂടിൽ അത്രയുള്ള സൗകര്യങ്ങളില്ല. ഉദ്യോഗമണ്ഡലം എല്ലാ സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അല്പം ഒരു പ്രശ്നം, ഇത്തിരി പൊല്യൂഷൻ, പല വ്യവസായ ശാലകളും വന്നപ്പോൾ അതിൻ്റെ പൊല്യൂഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് അതേ സംബന്ധിച്ച് പറയാതെ എല്ലാവരും അത്ര സന്തോഷകരമായിട്ട് ഒരു ജീവിതമായിരുന്നു ഉദ്യോഗമണ്ഡലിൽ. പിന്നെ അതിനുശേഷം എനിക്ക് കൊച്ചിൻ്റെ വീട്ടിലേക്ക് വരാനൊരു സാഹചര്യം വന്ന എൻ്റെ പിതാവ് പെട്ടെന്ന് 75-ൽ മരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ദിവസം പോയി വരാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അവിടെ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിലേക്ക് മെഷീനിസ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ 3 ഷിഫ്റ്റ്. എനിക്ക് അവിടുത്തെ അന്നത്തെ ഈ ഉദ്യോഗമണ്ഡലത്തിലുണ്ടായിരുന്ന വിജയകുമാർ സാറ്, അതുപോലെ പിന്നെ ജോൺ പുന്നൂസ്, ഇവരൊക്കെ ഉദ്യോഗമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന സാറന്മാരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേക ഒരു പരിഗണന തന്നു അവിടെ ജനറൽ ഷിഫ്റ്റായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ട്. പിന്നെ RRG എന്ന് വിളിക്കുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അടുത്ത കൂട്ടുകാരാണ്. അവിടെ വലിയ സാറന്മാരും ചില സാറന്മാരും വലിപ്പച്ചെറുപ്പമില്ല, എല്ലാവരും ഒരു കൂട്ടായ്മയോടെ ഇരിക്കണേ. അത്ര രീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ ടേബിൾ ടെന്നീസ്, എന്തെല്ലാം സൗകര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കിട്ടി. അപ്പോൾ എനിക്ക് ദിവസം പോയി വരാനുള്ള സൗകര്യം കിട്ടി. ഒരു 2 കൊല്ലം മെഷീനിസ്റ്റായിട്ട് ജോലി കഴിഞ്ഞപ്പം എനിക്ക് പ്രൊമോഷൻ കിട്ടി, മെക്കാനിക്കൽ ടെക്നീഷ്യനായിട്ട് കിട്ടി. ആ പ്രൊമോഷൻ കിട്ടിയപ്പോൾ എന്നെ തെർമൽ പ്ലാന്റിലേക്ക് മാറ്റി. തെർമൽ പ്ലാന്റിൽ അതിലും പരമസുഖം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫിന് അത് പ്ലാന്റ് മാനേജർ മുതൽ അങ്ങ് ചിലപ്പോൾ ഒരു കുടുംബം പോലെയാണ്. അത്ര ഇതാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിൽ ഞങ്ങളുടെ ഒരു തെർമൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇവിടെ അമ്പലമേട് ഹൗസിൽ വെച്ച്. വളരെ സന്തോഷകരമായിട്ട് ഒരു കഴിഞ്ഞുകൊണ്ട് എടുത്തു പറയുന്ന പേര് പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു, സണ്ണി മാത്യു സാറ് മരിച്ചു. പിന്നെ എനിക്ക് ജീവിതത്തിൽ എടുക്കാവുന്നൊരു കാര്യം വെച്ചാൽ എൻ്റെ മകൻ ഒരു സംസാരിക്കാത്തൊരു പയ്യൻ ഡെഫാണ്. അവന് ബൾഗേറിയയിൽ അവരുടെ പ്രത്യേക ഒളിമ്പിക്സ് ഉണ്ട് ബൾഗേറിയയിൽ, കിഴക്കൻ യൂറോപ്പിൽ. അതിന് സെലക്ഷൻ കിട്ടി മദ്രാസിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അതിന് സാമ്പത്തിക സഹായം കമ്പനിയിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനെ വിട്ടു. അതിന് അമ്പലമേട് ഹൗസിൽ വെച്ച് അന്ന് വലിയ സ്വീകരണം നൽകി. അതിന് ജോൺ പുന്നു സാറ് അന്ന് ഒരു 5000 രൂപ അന്നത്തെ കാലത്ത് ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു വലിയ സന്തോഷകരമായിട്ടാണ്. അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ അവന് ഈ നേവൽ ബേസിൽ ജോലിയുടെ സ്പോർട്സ് കോട്ടയിൽ കിട്ടാനുള്ള സൗകര്യങ്ങൾ കിട്ടിയത്. യുഡികളൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, ദിവസം വീട്ടിൽ പോയി വരും. അങ്ങനെ ഒരു ഫെസിലിറ്റിയെ പറ്റിയുണ്ട്. പിന്നെ അമ്പലമേട് ഹൗസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ
ഇന്ന് കാണുന്ന പ്രവർത്തിത രീതിയല്ല അന്നത്തെ കാലം. ഇവിടെ ആ കനാലും പോൾപോത്തന്താർ എന്ന് പറഞ്ഞാൽ വലിയ ദീർഘദർശിയാണ്. എം.കെ. നായരുടെ ഒരു കരുതേശം അവർ പോൾപോത്തന്താർ അതിൻ്റെ സാങ്കേതിക മറ്റുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം വന്നു. മലമേട് കുഴിക്കാട് എന്ന് പറഞ്ഞാൽ ഒരു വരണ്ട പ്രദേശം, മലപ്രദേശമാണ്, വെള്ളം അത്യാവശ്യമാണല്ലോ. അപ്പോൾ എം.കെ. നായർ ചോദിച്ചു, പോളെ നമുക്ക് ഇതിനെന്താ ഒരു പരിഹാരം എന്ന് വെച്ചാൽ, അപ്പോൾ എം.കെ. നായർ പത്മശ്രീ പോത്തന്താറിൻ്റെ ഒരു കണ്ടുപിടുത്താണ് അവരുടെ ഈ പെരിയാർ വാലി കനാൽ പിടിച്ച് ഇവിടെ ഈ കനാൽ വരാൻ കഴിയും. അപ്പോൾ അവിടെ അമ്പലമേട് ഹൗസ് കൊടുത്തു, വല്ല മനോഹരമായിട്ട് ഒരു തോന്നുന്നു. പിന്നെ അവിടെ അടുത്ത് കാണാതെ എല്ലാ ജനുവരി മാസത്തിലും നമ്മുടെ റഷ്യ നെയ്യ് ഒരു കൊക്ക് വരും. അതൊരു ഭയങ്കര കാഴ്ചയാണ് തണുപ്പ് കാലത്ത്. എന്താണ് അതൊരു ഭയങ്കര കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ എടുത്തു പറയാവുന്ന ഒത്തിരി കാര്യങ്ങൾ എണ്ണി പറയാവുന്ന കാര്യം. പിന്നെ എനിക്കൊരു പ്രത്യേക പരിഗണന എന്തോ അങ്ങനെ പരിഗണന എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടി. സന്തോഷമായിട്ട് 94 ജനുവരിയിൽ പിരിഞ്ഞു. എനിക്ക് ഭാര്യയും 3 മക്കളാണുള്ളത്. മൂത്ത മകൾ ആർമിയിലായിരുന്നു, കേണലായിട്ട് പിരിഞ്ഞു. ഇപ്പോൾ റിട്ടയറായിട്ട് ഈ കുറിച്ചായിട്ട് അവിടെ താമസിക്കുകയാണ്. പിന്നെ മൂത്ത മകൻ ഡെഫ് ആൻഡ് ഡംബാണ്. അവൻ ബി.കോം വരെ പഠിച്ചിട്ടുണ്ട്. സ്പോർട്സ്മാനാണ്. ഒളിമ്പിക്സിന് ബൾഗേറിയ, ഇന്തോനേഷ്യ, പിന്നെ വേറെ ഒരു രാജ്യങ്ങൾ, അതിൻ്റെ പല രാജ്യങ്ങളും പോയിട്ട് മെഡലൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ മെഡലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അവൻ ആ ജോലി കിട്ടാനുള്ള കാര്യം. സ്പോർട്സ് കോട്ടയിലാണ്, നേവിയിൽ ഇരിക്കുന്നത്. നല്ലൊരു വോളിബോൾ പ്ലെയറാണ്. പിന്നെ അതാണ് മൂത്തവൻ. രണ്ടാമത്തെ മകനും എൻജിനീയറാണ്. അവൻ ഖത്തറിൽ ഒരു സായിപ്പം എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ കമ്പനിയിൽ കമ്മീഷൻ മാനേജറായിട്ട് വരും. അവർക്ക് എല്ലാവർക്കും ഒരാണും ഒരു പെണ്ണും കുട്ടികളുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കുന്നു, കുഴപ്പമില്ല. പിന്നെ ഇന്ന് അതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ എനിക്കിപ്പോൾ പല കാര്യങ്ങളിൽ ഒന്നും പറഞ്ഞാൽ അത്ര ഇല്ല. ഒരാഴ്ച മുമ്പ് ഉദ്യോഗത്തിൽ ഒരു മഞ്ഞമ്മലൊരു മരണാവശ്യമായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനെ പരിചയപ്പെടാൻ ഇടയുണ്ടായി. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്ത വർക്ക്ഷോപ്പൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അവനൊരു മെക്കാനിക്കൽ ടെക്നീഷ്യനായിരുന്നു, എഞ്ചിനീയറായിരുന്നു. അവനൊരു പ്രത്യേക അനുവാദം മേടിച്ച് അവിടെ അകത്ത് കയറി വർക്ക്ഷോപ്പ് മാനേജർ വണ്ടി വിട്ടു അവിടെ ചെന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ FICTയുടെ ഈ പുതിയ തലമുറയ്ക്ക് ഈ FICTയെ പറ്റി ഒന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയില്ല. ഇതെന്നാ തുടങ്ങിയ ഏതാണെന്ന് പറഞ്ഞറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കമ്പനി. അവർ അത്ഭുതത്തോടു കൂടി കേട്ടിരുന്നു. അവിടെ വെർട്ടിക്കൽ ബോറിംഗ് മെഷീൻ്റെ അടുത്തും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ബോറിങ്ങിൻ്റെ അടുത്ത് നിന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. അത് ഞാൻ പലരുടെയും ഇതിലെടുത്തപ്പോൾ അവരൊക്കെ അത്ഭുതത്തോടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ FICTയുടെ ചരിത്രങ്ങൾ പഠിച്ചു. അവർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. 2-3 വർഷം ഒക്കെ മുമ്പും 6-7 മാസം വന്ന ആളുകളാണ് അവർ വന്ന ആളുടെ ഒക്കെ. ഇങ്ങനെ വളരെ ഇപ്പോൾ സ്റ്റാഫൊക്കെ വളരെ കുറവാണ്. ക്വാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വളരെ ഒന്നും ചെയ്യണില്ല, സ്കൂളും ഇല്ല, ഒക്കെ പൂട്ടിക്കിടക്കുക, ഇമ്മ്യൂണിറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫോട്ടോ അത്ര അവിടെയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. FICTയുടെ മധുരസ്മരണകൾ അത് അവിടെ ജീവിച്ച എന്നെപ്പോലുള്ള അതുപോലെ എൻ്റെ ഭാര്യയ്ക്കൊക്കെ അറിയാം. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകത പറയും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതും അവിടുത്തെ അത്ര സുന്ദരമായ ജീവിതമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നാട്ടിൻപുറത്തെ ജീവിതമല്ലേ. അപ്പോൾ ഞാൻ ദിവസം മറ്റത് അങ്ങനെയല്ല, വളരെ സൗകര്യമാണ്. അവിടുത്തെ കുറച്ചൊരു ഇതുണ്ടാവില്ല അങ്ങനെ. പക്ഷേ എന്നാലും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് ഏലിയാമ്മ എന്നാണ് പേര്. കല്യാണം കഴിഞ്ഞ വർഷം ചോദിച്ചാൽ 62-ലാണോ? അല്ല, ഇപ്പോഴുള്ള തലമുറ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായം കൂടിയതിൽ ഇപ്പോൾ പുള്ളിക്ക് പ്രായം കൂടുതലായിട്ട്. ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല കുടുംബക്കാർ, നല്ല ചുറ്റുപാടുമുള്ളവർ താമസിക്കുന്നവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്തോ ഒരു ജീവിതം. അവിടെ ജാതി മതമൊന്നും നോക്കല്ലോ. ഞങ്ങൾ തൊട്ടടുത്തൊരു മുസ്ലിം ഉമ്മയായിരുന്നു ആദ്യം. അവർ വേറെ ടൈപ്പിലേക്ക് മാറി. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരും, വിശേഷങ്ങൾക്കൊക്കെ എല്ലാം. അവർക്ക് അത്ര നല്ലൊരു ജോളിയായിരുന്നു. അത്ര ജോളിയാണത്. സിനിമ കാണാൻ പോകും. പിന്നെ ഇടയ്ക്ക് കൂട്ടുകാരികൾ കൂടി എറണാകുളത്ത് ഇവരൊക്കെ പോകും. എറണാകുളത്ത് സിനിമ കാണാൻ പോകും. കോട്ടയത്ത് നിന്ന് എല്ലാവരും കൂടി കോട്ടയത്ത് പോകും. അപ്പോൾ ഞാൻ ഷിഫ്റ്റിന് പോകില്ലേ. ഷിഫ്റ്റിന് പോകുമ്പോൾ അടുത്ത ഒരു വീട്ടിൽ ഒരു ഘട്ടത്തിൽ 2 ഫാമിലിയാണ്. അപ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ നിരത്തി കോട്ടയത്തിൽ ആദ്യം ഞങ്ങൾ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവരൊക്കെ ആണെങ്കിലും നല്ല. പിന്നെ പിള്ളേരെ ചാടാനും ഓടാനും ഒക്കെ പോകും. പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ നല്ല സൗകര്യം.
ആ പണ്ടത്തെ ഫെസിലിറ്റിയും ഇപ്പം അവിടെ ചെന്ന് കണ്ടാൽ ഒരു മനുഷ്യന് ഒന്നുമില്ല അവിടെ. ക്വാർട്ടേഴ്സൊക്കെ ഒഴിഞ്ഞു കിടക്കണു, കുറെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണം. ശമ്പളം കിട്ടി 4-12 ശമ്പളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും ഇപ്പം. അന്നത്തെ ആ ജീവിതവും അന്ന് ഒരു നല്ലൊരു ഇതായിരുന്നു. എന്തുമാത്രം മനുഷ്യരായിരുന്നു അവിടെയൊക്കെ. റോഡിലൊക്കെ ആണെങ്കിലും മാർക്കറ്റിൽ പോകാൻ നല്ല ഒരു തിരക്കുള്ള വഴിയാണ്. എപ്പോഴും വണ്ടി, എല്ലാ പച്ചക്കറി സാധനങ്ങളും നമ്മൾ ബുക്കിൽ എഴുതി നമുക്കെല്ലാം തരും. പിന്നെ ഒരു അങ്ങനെ എല്ലാ സാധനങ്ങളും ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ വരും. അത് ആളിനെ മേടിച്ച് തരും. മത്സരിച്ചാൽ മേടിക്കും. ഒരു വീട്ടിലൊരു റേഡിയോ ഉണ്ട്, അന്ന് റേഡിയോ TV ഒന്നുമില്ല. ഇവിടെ ഒരു റേഡിയോ ഉണ്ട്, ഇവിടെ ഒരു റേഡിയോ വേണം. അങ്ങനെയാണ്. അല്ല ഫെസിലിറ്റി കേവലം ഒരു വളം നിർമ്മിക്കുന്ന ഒരു ഇതല്ല. കാര്യം വളം കൊണ്ട് കൃഷി ആവശ്യത്തിനാണെങ്കിലും അത് സാമൂഹ്യക്ഷേമത്തിന് മറ്റുള്ള കാര്യങ്ങളെല്ലാം മേഖലയിലെല്ലാം അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ശബരിമലയിൽ അവിടെ ഉണ്ടായപ്പോൾ ആദ്യം തന്നെ ഫെസിലിറ്റിയുടെ വണ്ടി അവിടെ ചെന്നേ. ഫെസിലിറ്റി ഇപ്പം കമ്പനി പഠിക്കാനായിട്ട് എന്തോ ഒരു മനുഷ്യരായിരുന്നു. എന്തോ ഒരു മനുഷ്യരായി ചോദിക്കുന്നത്. അതുപോലെ തന്നെ 2 വർഷത്തിലൊരിക്കൽ പെയിൻറ്റ് ചെയ്യും ക്വാർട്ടേഴ്സൊക്കെ. അതിൽ 100-300 കോൺട്രാക്ടർ വർക്കേഴ്സ് ഉണ്ട് അവർ. ഇപ്പോൾ അതൊക്കെ കണ്ട ക്വാർട്ടേഴ്സ് കഴിഞ്ഞാലും അവിടെയുള്ള ബുസ്റ്റാള്, അതുപോലെ എന്ന് പറഞ്ഞാൽ മനോരമ ബുസ്റ്റാള്, അതുപോലെ തന്നെ ഹോട്ടലുകൾ എല്ലാം എന്ത് കുഴിക്കാട് പോലെ അല്ല അത് അന്നത്തെ. കുഴിക്കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഗ്രാമ ഇതാണല്ലോ. നമുക്ക് കുഴിക്കാട് നിന്ന് നടന്നു പോകണ്ടേ. മറ്റൊന്നല്ല, കമ്പനി സ്റ്റോപ്പിൽ തന്നെ വണ്ടി നിർക്കും. എറണാകുളത്തും ആലുവയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ യാത്രാ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ സൗകര്യമുണ്ട്. ഫെസിലിറ്റിയിൽ ജോലി എന്ന് പറഞ്ഞാൽ നല്ല. അപ്പം ശമ്പളം കുറവാണെങ്കിലും അന്നത്തെ രൂപ ഇന്നത്തെ രൂപയും തമ്മിൽ ഒത്തിരി വാല്യൂ വ്യത്യാസമില്ലേ. അന്നത്തെ തുക ഇപ്പോൾ പറഞ്ഞ ശമ്പളം കുറവാണ്. അന്നത്തെ നല്ല ശമ്പളമാണ്. ഒരു സ്കൂൾ അധ്യാപനം നടന്നക്കാലം ഇരട്ടി ശമ്പളം കിട്ടില്ലേ അന്നത്തെ കാലത്തെ. പക്ഷേ ഇപ്പോൾ ഒരു സ്കൂൾ അധ്യാപനാണെങ്കിൽ TTC കഴിഞ്ഞാൽ ഇപ്പോൾ 10-30,000 പെൻഷൻ കിട്ടും. ഇപ്പം അത് അന്നത്തെ കാലം അതല്ലല്ലോ. അതായത് ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ നേരെ ആളുടെ ജോലി കഴിഞ്ഞ ക്ലബിലേക്ക് പോവും, വലിയ തിയേറ്ററിൽ പോവും. അല്ലെങ്കിൽ ഈ ഫാമിലിയിലുള്ള ആളുടെ കൂട്ടുകാരൊക്കെ അവരെ കുറച്ച് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. അതൊക്കെ ഹീറ്ററും വെച്ച് വേറെ നിസാര എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അവിടെ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അന്നത്തെ ലുലുമാളാണത്. അന്നത്തെ അത്ര സാധനങ്ങളുണ്ട് അവിടെ. അതാണ് അത്. യാതൊരു നോട്ടവുമില്ലാതെ ആളുടെ ഇഷ്ടംപോലെ പൈസ വലിപ്പം ലാവിഷായിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ വലിയ പെട്ടിവിടെ എടുത്ത വീട്ടിൽ. അങ്ങനെ ഇതാണ്. അത്ര സന്തോഷത്താണ്. അത് വന്നുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഇത്തിരി കൃഷി കാര്യങ്ങളൊക്കെ നോക്കി ഇത്തിരി കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ജീവിക്കണു. ഇനി വീണ്ടും നമുക്ക് FACT ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് FACT ഒന്ന് പോകുവാണെങ്കിൽ എന്താണ് അവിടെ കാണാനും എല്ലാം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? വീണ്ടുമായിട്ട് FACT ചെന്ന് കാണാനൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊന്നും കാണാനില്ല. വളരെ ദയനീയമായിട്ട് സങ്കടകരമായിട്ടാണ് ഒന്നും കാണാൻ. വളരെ ദയനീയം. ക്വാർട്ടേഴ്സൊക്കെ ഉദ്യോഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലമുകളിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അമ്പലമുകളിൽ ഞങ്ങൾ തെർമൽ പ്ലാന്റിൻ്റെ ഫാമിലി മീറ്റിന് പോയപ്പോൾ പഴയ ഇതില്ലെങ്കിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾ പിള്ളേരൊക്കെ ഞങ്ങളുടെ ഫാമിലി മുഴുവൻ ഞങ്ങൾ 13 പേരുണ്ടായിരുന്നു. ഫാമിലി മുഴുവൻ പോയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പിരിഞ്ഞു. അവിടെ വളരെ സന്തോഷമായിട്ടിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് എല്ലാ വർഷവും നടത്താറുണ്ട്. തെർമൽ പ്ലാന്റിൻ്റെ ഫാമിലി മീറ്റ് നടത്താറുണ്ട്. അതിന് ഈ പിള്ളേർ ചോദിക്കുന്നത് ഇനി എന്നാ അത് തുടങ്ങണേ, ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞ് തീർത്തി പിടിച്ചിട്ടിരിക്കുക. കാരണം അത്ര ആവേശമാണ് അവർക്ക് അവിടെ പോകാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഉദ്യമ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് റിട്ടയർ ആയ ഒരാൾ ചോദിച്ചു. കുഞ്ഞുഞ്ഞെന്ന അദ്ദേഹത്തിൻ്റെ പേര്. അവൻ ഉദ്യമമണ്ഡലിൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ എന്നെ വിളിച്ചു. പഴയ ആശാന്മാരൊക്കെ വിളിച്ചു, ചാണ്ടിച്ചേട്ടനൊന്ന് വരാൻ പറ്റുമോ? ഞാൻ കുറച്ചുകൊണ്ടിൽ പറഞ്ഞില്ല, ഞാൻ വരാമല്ലോ, ഞാൻ പോകാൻ വേണ്ടിയിട്ടില്ല പറഞ്ഞു. അവിടെ പോയി അതൊന്നും നടക്കുന്ന കാര്യമല്ല. എങ്കിലും സന്തോഷമായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ രാസവള നിർമ്മാണശാലയാണ് അതിപ്പോൾ. അന്നത്തെ ഈ പ്രതാപമൊന്നും ഇപ്പോൾ ഇല്ല. അതാണ് ശരിക്കും പറയാനുള്ളത്. ഞാൻ വർക്ക്ഷോപ്പിൽ ഉദ്യമമണ്ഡൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ സൺഡോർ ട്രോഫിയുടെ ക്യാപ്റ്റൻ ഗോളടിച്ച മണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്മിത്തിൽ ജീവനക്കാരനായിരുന്നു. അവിടെ 3 ഗോൾ ഒരേ സമയത്ത് അടിച്ചു. ആ മണി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഈ ജിംനേഷ്യമായിട്ട് ബോഡി ബിൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് ട്രിമ്പിൾ ആശാനൊക്കെ കാണാനായിട്ട് വരും. എനിക്ക് ചോദിക്കും. അങ്ങനെ ഇവിടെ വന്ന് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് നല്ല സന്തോഷം. അതുപോലെ തന്നെ സൈമൺ സുന്ദരാജ് കോച്ച്, അന്നത്തെ ഫുട്ബോളിൻ്റെ കോച്ച്. അതുപോലെ തന്നെ മറ്റേ നടരാജൻ, അതൊക്കെ ഫുട്ബോളിൽ നല്ല ഫുട്ബോൾ ടീം. അതുപോലെ തന്നെ FACTയുടെ വോളിബോൾ ടീം. പപ്പൻ വേൾഡ് നമ്പർ 2 ആണ്.
പപ്പൻ വോളിബോൾ കഴിഞ്ഞാൽ നമ്മൾ ഈ ബോള് ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞാലോ ഈ നെറ്റിനടിച്ചിട്ട് അടിച്ചാൽ ആ ബോൾ പൊട്ടിയിരിക്കും, അത്ര അടിക്കും പപ്പൻ. അദ്ദേഹത്തിന് എംകെ നായർ സ്പോർട്സ് അദ്ദേഹം ആദ്യം എടുത്തത് ഒരു സെക്യൂരിറ്റിക്കാരനായിട്ടാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നെ അദ്ദേഹം അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ വോളിബോൾ ശേഷം സ്പോർട്സ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കൊടുത്തു. അദ്ദേഹം കടമരത്ത് വന്നിട്ടുണ്ട് വോളിബോളിന്. ഇവിടെ കടമത്ത് ഒരു വോളിബോൾ നടത്തിയപ്പോൾ പപ്പൻ വന്ന് ഞാൻ എൻ്റെ ഒരു നിർബന്ധപ്രകാരം വോളിബോൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ സഹപാഠികളിൽ നിരവധി ആളുകൾ ഈ FHT കാണാൻ വന്നിട്ടുണ്ട്. സന്തോഷം. അന്നത്തെ കാലത്ത് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ FHT കാണാൻ നിരവധി ആളുകൾ FHT വരും. ഉദ്യോഗമുണ്ടല്ലേ, കൊച്ചിനില്ല. അവർക്കതൊരു അത്ഭുതകരമായ കാഴ്ച അന്നത്തെ കാലത്ത്. അങ്ങനെ കടമരത്ത് എൻ്റെ കൂട്ടുകാർ അവർ വന്നിട്ടുണ്ട്, ഒത്തിരി ആൾ വന്നിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ, ക്ലാസ്മേറ്റൊക്കെ അവിടെ. അതൊക്കെ അവർക്കത് തിരിച്ചു വരുമ്പോൾ ചാണ്ടിയുടെ ഒരു കാര്യം പറഞ്ഞാൽ അവർ നല്ല വിദ്യാഭ്യാസമുള്ള സാറന്മാരൊക്കെയാണ് പറയുന്നത്. ഓ, ഇത്രയും നല്ല ജോലി നിനക്ക് കിട്ടിയിട്ട് ഞങ്ങൾ ഇത്ര പഠിച്ചിട്ട് എന്താ പ്രയോജനം ഞാൻ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന കാര്യമാണ്.